ഇന്നലെ വലിയ പ്രതിഷേധമാണ്. പോലീസിന്റെ വാദം എന്ന് പറയുന്നത് പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അല്ല, ഇന്നലെ രാത്രിയിൽ ഈ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തിട്ടാണ് ശ്രീ ഷാഫി പറമ്പിനെ കാണാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. കേരള പൊതുജന സമൂഹത്തെ ഞെട്ടിച്ചൊരു വാർത്തയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഷാഫി പറമ്പിനെ ഉന്നമിട്ട് രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അയാളെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി കേരള ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ പേരമ്പ്രയിൽ കണ്ടത്. കഴിഞ്ഞ 40 വർഷമായി KSU ജയിക്കാത്തൊരു കോളേജ്, അല്ലെങ്കിൽ UDSF ജയിക്കാത്തൊരു കോളേജ് ഇത്തവണ പിടിച്ചെടുത്തു. ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നിടത്തേക്ക് എന്തിനാണ് മാർക്സിസ്റ്റുകാരും ഡിവൈഎഫ്ഐക്കാരും വരേണ്ട കാര്യം? ഇത്ര വലിയ പോലീസ് സന്നാഹം അവിടെ എന്തിനാണ്? അപ്പോൾ കേരളത്തിലെ ഷാഫി പറമ്പിനെ പോലെയുള്ള ഒരു ഡൈനമിക് പൊട്ടൻഷ്യാലിറ്റിയുള്ള നേതാവിനെ ഉന്മൂലനം ചെയ്താൽ ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ധരിക്കുന്നത്. ഇത് പോലീസിൻ്റെ അതിക്രൂരമായ പൈശാചികമായ ഒരു നരനായാട്ട് തന്നെയാണ് പേരമ്പ്രയിൽ കണ്ടത്. ഇത് മാർക്സിസ്റ്റുകാരുടെ DNA-യിൽ ലയിച്ചു ചേർന്നൊരു കാര്യമാണ് ചോരക്കൊതി എന്ന് പറയുന്നത്. ചോരക്കൊതി, ചോരക്കളിയും ഇവരുടെ തറവാട്ട് സ്വത്തായിട്ട് ഇവർ മാറ്റിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ വകവരുത്താൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റായ K. മാധവൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരള ഗാന്ധി എന്ന് പറയുന്ന K. കേളപ്പനെ പോലും കൊല്ലാൻ മാർക്സിസ്റ്റ് പാർട്ടി പദ്ധതിയിട്ടിരുന്നുവെന്ന് ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റായ K. മാധവൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, MV രാഘവൻ, K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴല്ലേ നിയമസഭയ്ക്കകത്തിട്ട് അദ്ദേഹത്തെ പട്ടിയെപ്പോലെ തല്ലിയത്? അതിനുശേഷം കൂത്തുപറമ്പിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? കൊല്ലാൻ അവരുടെ കലി തീരാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് തീയിട്ടു, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടിന് തീയിട്ടു. അദ്ദേഹം നടത്തുന്ന പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെ പക്ഷി മൃഗാദികളെ, പാമ്പുകളെ മുഴുവൻ ചുട്ടുകരിച്ചു. എന്നിട്ട് കലി അടങ്ങിയോ? ഇപ്പോൾ ആ രാഘവൻ്റെ അവതാരങ്ങൾ വാട്ടിക്കൊണ്ട് കിടക്കുകയാണ്. തന്തയെ കൊല്ലാൻ ശ്രമിച്ച ഒരു മകൻ, ആ തന്തയെ കൊല്ലാൻ ശ്രമിച്ച ആളുകളോട് ആ മകൻ തോളെ കൈട്ടുണ്ട് നടക്കുന്നത്. എന്തൊരു അപഹാസ്യമായ കാര്യമാണ്. നമ്മൾ ആലോചിക്കണം. ഇതിനേക്കാൾ ക്രൂരമായ പല സംഭവങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇത്ര പ്രകോപനപരമായ ഒരു കാര്യമുണ്ടാകാൻ കാരണം? ഞാൻ 1980 മുതൽ ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. ശ്രീ K. കരുണാകരനാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ